പരിപാടി കാണാൻ മരണമാസ് കാണാൻ ഇവിടെ പ്രോസോൺ മോളിൽ വന്നേക്കുവാണ്. ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഷോ അല്ല, വേറെ ഏതോ ഷോ കഴിയുമ്പോൾ നന്ദിനിയുടെ റിവ്യൂ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു പ്രത്യേക ഒരു റിവ്യൂ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. ആരും പറയാത്തത് പോലത്തെ ഒരു റിവ്യൂ ആയിരിക്കും ഈ വീഡിയോയ്ക്കുള്ളത്. അപ്പോൾ ഇത് മോളിൽ വന്നേക്കാം. കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നേക്കാം. ജെനുവിൻ നമ്മൾ കറക്റ്റ് റിവ്യൂ പറയത്തുള്ളൂ. മോശമാണെങ്കിൽ മോശം, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം. അപ്പം ബാക്കി പിന്നെ ഇതാണ് കോയമ്പത്തൂരിലെ ഏറ്റവും വലിയ പ്രോസോൺ മോൾ. ഏറ്റവും വലുതൊന്നുമല്ല, ബ്രൂക്ക്ഫീൽഡ്, എന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മോളാണ്. മിനി സൂ. അകത്ത് വീഡിയോ എടുക്കില്ലെങ്കിൽ നമുക്ക് പുറത്ത് ആവശ്യത്തിലേറെ വീഡിയോ എടുക്കാം. ആദ്യമായിട്ട് പുതിയ തുറന്ന ഷോപ്പാണ്. അപ്പോൾ ഒന്ന് കയറി കണ്ടേക്കാം. ഏത് ഷോപ്പ് പുതിയതായിട്ട് ഇറങ്ങിയാലും നമുക്ക് ഇവിടെ ഒന്ന് കയറി കാണണം. ഹലോ ഗായ്സ്, ഇതാണ് എൻ്റെ ഫ്രണ്ട് സൂരജ്. ഹായ്. സിനിമ നീ എൻ്റെ വ്ളോഗിൽ ഒരാളായിരിക്കുന്നു. ഹായ് ഗുഡ്. ഹായ് ഹായ്. ഇനി റിവ്യൂ പിന്നെ കാണിക്കാം. നീ എൻ്റെ വ്ളോഗിൽ ഒരാളായിരിക്കുന്നു. ഹായ് ഗുഡ്. ഹായ് ഹായ്. ഇനി റിവ്യൂ പിന്നെ കാണിക്കാം. ഒരുപാട് ചിരിച്ചു. നമ്മള് കുറെ നാളത്തെ ഒരുപാട്. അഞ്ജലിയുടെ അഭിപ്രായം പറ. ഇതിലുള്ള സിനിമയുടെ അഭിപ്രായം കണ്ടിട്ടുള്ളൂ. ഇന്റർവ്യൂല് വരല്ലോ, അത് പറ. സെക്കൻഡ് ഹാഫ് പറയാല്ലേ? സെക്കൻഡ് ഹാഫ് വിട്ടേക്കാം. ഇന്റർവ്യൂലുള്ളത് കൊള്ളാമെന്ന്. ആ ചേച്ചി എന്തോ പറയുന്നു. സിനിമ കഴിഞ്ഞ് ഇറങ്ങി. ഇനി ഫയാസിന്റെ റിവ്യൂ. കുഴപ്പമില്ല, നല്ല മൂവിയാണ്. അത്യാവശ്യം ഹ്യൂമർ ഉണ്ട്. അത്യാവശ്യം കുറെ ചിരിച്ചായിരുന്നു. പിന്നെ എന്തൊക്കെയുള്ളത്? ഓക്കെ, അങ്ങനെ എന്റർടൈനർ എന്നുള്ള രീതിയിൽ കാണണമെങ്കിൽ പോയി കാണാം. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഞാൻ അങ്ങനെ ഭയങ്കര ഒരു സിനിമ ഫാനും അല്ല. ഞാൻ എല്ലാവരും നിർബന്ധിക്കുമ്പോൾ വെറുതെ സിനിമ കാണാൻ വരുന്നു, ആ ഒരു ടൈപ്പാണ്. എനിക്ക് ഭയങ്കര ബേസിലിൻ്റെ എപ്പോഴും ഉള്ളൊരു സാധനം എനിക്ക് കിട്ടിയില്ല. പിന്നെ കുറേയൊക്കെ ഇമോഷണലായിട്ട് ചിലപ്പോൾ അവർ സർക്കാസ്റ്റിക്കലി ചെയ്തതാണെന്ന് അറിഞ്ഞൂടാ. ഇമോഷണൽ സാധനങ്ങളൊക്കെ ചിരി വരുന്ന രീതിയിലുള്ള അതെന്തോ എനിക്ക് മനസ്സിലായില്ല. ഇനിയും എനിക്ക് പറയാനാണെങ്കിൽ ഒരു ആവറേജ് മൂവി, നമ്മൾ ജസ്റ്റ് കണ്ടിരിക്കാം, അത്ര മാത്രമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതായത് കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്, പക്ഷെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളില്ല. പിന്നെ നമ്മൾ ബേസിലിനെ പ്രതീക്ഷിച്ച് വന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഡിസപ്പോയിന്റഡ് ആണ്. ബേസിലിന്റെ ഒരു ഇത് വെച്ചിട്ട് കുറച്ച് ഇതൊന്നും ഒത്തില്ല. ഫുള്ളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു എന്റർടൈനറായിട്ട് കുറേ നേരം നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ചിരിക്കാനൊക്കെ ഉണ്ട്. അത്യാവശ്യം ഏറ്റിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മടുപ്പാണ്. സെന്റിമെന്റ്സ് ഒന്നും അധികം കുറച്ച് എവിടേക്കോ കുറച്ചൊക്കെ ചിരിക്കാനായിട്ടുണ്ട്, പക്ഷേ മൊത്തത്തിലുള്ളൊരു ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ എത്തിയിട്ടില്ല.
സെറ്റ് ആയിട്ടില്ല. ഇനി നമ്മുടെ അഭിപ്രായം, ഇനി മറ്റുള്ളവരായാലും നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മുടെ അഭിപ്രായം പറഞ്ഞോളൂ. പിന്നെ ട്വിസ്റ്റൊക്കെ ഉണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ അതിനകത്ത് കാണാൻ പറ്റും. അതെ അതെ, കുഴപ്പമില്ല. കുറെ പ്ലോട്ടൊക്കെ കുറെ നല്ല രസം. പ്രായമുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് കാണാൻ പറ്റുന്ന സിനിമയാണ്, അല്ലാതെ ഫാമിലിക്കൊന്നും ചിലപ്പോൾ അതിന്റെ പകുതിയും മനസ്സിലാവും.